ബാക്ക് ടു മാസ്റ്റർ ആൻഡ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് PCOC 135 കമ്പനിയിലോ 10th യൂണിറ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഫസ്റ്റ് വൺ, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ അതുപോലെ ആ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസും ഈക്വൽ ആകുന്ന അവസ്ഥയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയുന്നത്. വെൻ ദ ഇഷ്യൂ പ്രൈസ് ഈസ് ഈക്വൽ ടു ഫേസ് വാല്യൂ. ഈ ഒരു കണ്ടീഷനെയാണ്, ഈ ഒരു അവസ്ഥയാണ് ഇഷ്യൂ ഷെയർ അറ്റ് പാർ എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇഷ്യൂ പ്രൈസും അതുപോലെ ഫേസ് വാല്യൂ ഒരുപോലെ ഈക്വൽ ആയിട്ട് വരുന്ന അവസ്ഥയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്ന് പറയാം. അതുപോലെ ഈ ഫേസ് വാല്യൂ ഷെയറിൻ്റെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്ത് മാർക്കറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ, ഇഷ്യൂ പ്രൈസ് എന്നുണ്ടെങ്കിൽ അതിന് പ്രീമിയം എന്നും, ഫേസ് വാല്യൂവിനേക്കാൾ കുറവാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രൈസ് എങ്കിൽ അതിന് ഡിസ്കൗണ്ട് എന്നും പറയും. ടൈപ്പ് ഓഫ് ഷെയർസ് ഇഷ്യൂ ബൈ കമ്പനീസ്. കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് എന്തൊക്കെയാണെന്നാണ്. പബ്ലിക് ഓഫറിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഫർദർ പബ്ലിക് ഓഫറാണ്. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ കമ്പനി ഓഫർ ഷെയർസ് ടു പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. ഒരു കമ്പനി അതിൻ്റെ ഷെയറുകൾ ആദ്യമായിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് അവരുടെ ഷെയർസ് ഓഫർ ചെയ്യുന്നു. ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇനീഷ്യൽ പബ്ലിക് ഓഫർ കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്താണ്, അഡീഷണൽ ആയിട്ടുള്ള ഷെയർസ് ഓഫർ ചെയ്യുന്നതാണ്, പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുന്നതാണ് ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. റൈറ്റ്സ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കമ്പനി ഓഫർ ന്യൂ ഷെയർ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് കമ്പനി അതിൻ്റെ ഷെയർസ് നൽകുന്നതാണ്. അവരുടെ കയ്യിലിരിക്കുന്ന അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട്, അതിൻ്റെ അനുപാതം അനുസരിച്ചിട്ട് അവർക്ക് കമ്പനി എന്ത് ചെയ്യുന്നു, ഷെയർസ് ഓഫർ ചെയ്യുന്നതിനാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ ആയിട്ട് അവർക്ക് ഷെയർ നൽകുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അടുത്ത പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് കുറച്ച് ആൾക്കാർ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കമ്പനി എന്ത് ചെയ്യുന്നു, അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഷെയർ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനെയോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെയോ ഷെയർ ഹോൾഡേഴ്സിനെയോ ഒക്കെ എ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വേണേൽ കമ്പനി ഇഷ്യൂ ഷെയർ ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഇൻവെസ്റ്റേഴ്സിന് സെലക്ട് ചെയ്തുകൊണ്ട് പ്രൈവറ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ഓഫർ ആയിരിക്കും. ഈ 200 കൂടുതൽ വരാൻ പാടില്ല. ഫോം ഓഫ് ഓഫർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ആൻഡ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. സബ്സ്ക്രിപ്ഷൻ പേയ്മെൻറ്റ്, ദ പേയ്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് മസ്റ്റ് ബി മെയ്ഡ് ത്രൂ ദ ബാങ്കിങ് ചാനൽസ്. ബാങ്കിങ് വഴിയായിരിക്കും ഇതിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ പേയ്മെൻറ്റ്സ് നടത്തുക. സച്ച് ആസ് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, നോട്ട് ഇൻ ക്യാഷ്. ക്യാഷ് പോലെ ആയിരിക്കില്ല ഇതിന് പേയ്മെൻറ്റ്സ് നടത്തുക. ബാങ്കിങ് ചാനൽ യൂസ് ചെയ്തിട്ട് ചെക്ക് വഴിയോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ ആയിരിക്കും. ഫയലിംഗ് വിത്ത് രജിസ്ട്രാർ. ദ കമ്പനി മസ്റ്റ് എ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അലോട്ട്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് the company must allot securities within 60 days of receiving the application money. അപ്ലിക്കേഷൻ മണി ലഭിച്ചതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യണം, കമ്പനി നൽകിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ അതിലവർ വീഴ്ച വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ റീഫണ്ട് ചെയ്യുകയും അതിൻ്റെ കൂടെ 12% ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരും. പിന്നെ പബ്ലിക് അഡ്വർടൈസ്മെൻറ്റ്. ഇങ്ങനെ നമ്മൾ പ്രൈവറ്റായിട്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പബ്ലിക് അഡ്വർടൈസ്മെൻറ്റൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മീഡിയ ചാനൽ വഴിയോ പബ്ലിക് എല്ലാ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വഴി ഓഫറിനെ കുറിച്ച് പബ്ലിക്കിലേക്ക് നൽകാൻ പാടില്ല. പെനാൽറ്റീസ്. ഈ പറഞ്ഞ കണ്ടീഷനുകൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് കമ്പനി ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചില പിഴകളുണ്ട്. എന്തൊക്കെയാണെന്നാണ്, എ ഫൈൻ ഫോർ ഈച്ച് ഡേ ഓഫ് ഡിഫോൾട്ട് അപ് ടു മാക്സിമം 25 lakh. ഇഫ് മണി ഈസ് റൈസ്ഡ് കോൺട്രവെൻഷൻ ഓഫ് റൂൾ, ദ കമ്പനി പ്രൊമോട്ടേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് കുഡ് ഫേസ് പെനാൽറ്റീസ് അപ് ടു എമൗണ്ട് റൈസ്ഡ് 2 crore. ഇത്രയൊക്കെയാണ് പെനാൽറ്റീസ് വരുന്നത്. അടുത്ത പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്. പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ പബ്ലിക് പ്രോസ്പെക്ട്സ് ഇറക്കിക്കൊണ്ടാണ് പബ്ലിക്കിലേക്ക് നമ്മൾ ഷെയർസ് ഓഫർ ചെയ്യുന്നത്. 2 ടൈപ്പാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, IPO, ഫർദർ പബ്ലിക് ഓഫർ. IPO എന്ന് പറയുന്നത്
An IPO is a significant milestone for the company marketing. The first time it offers shares to the public for a company to be eligible for the IPO, it must meet certain conditions. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് ഷെയർസ് ഓഫർ ചെയ്യുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഏത് കമ്പനിക്കും ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തണമെന്നുണ്ടെങ്കിൽ ചില എലിജിബിലിറ്റി, കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതിന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? മീറ്റ് സർട്ടൻ കണ്ടീഷൻസ്. ദേ ആർ നെറ്റ് ടാഞ്ചിബിൾ അസെറ്റ്, ഒരു കമ്പനിയുടെ നെറ്റ് ടാഞ്ചിബിൾ അസെറ്റ്സ് അറ്റ്ലീസ്റ്റ് 3 crore ഉണ്ടായിരിക്കണം. അതുപോലെ the company must have at least 3 crore in tangible asset. ടാഞ്ചിബിൾ അസറ്റിൽ അറ്റ്ലീസ്റ്റ് 3 കോടിയോളം ഉണ്ടാവണം. വിത്ത് നോ മോർ ദാൻ 50% ഇൻ മോണിറ്ററി അസറ്റ്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 crore ഉണ്ടാവണം പാസ്റ്റ് 3 years. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് പാസ്റ്റ് 1 yearലായിട്ട് 1 crore ഉണ്ടായിരിക്കണം. മറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എ കമ്പനി ദാറ്റ് ചേഞ്ച് നെയിം വിത്തിൻ ലാസ്റ്റ് ഇയർ മസ്റ്റ് ഹാവ് ഏൺ 50% ഓഫ് ഇസ് റവന്യൂ ഓഫ് ദ ആക്ടിവിറ്റീസ് ഇൻഡിക്കേറ്റിംഗ് ബൈ ദ ന്യൂ നെയിം. ഇവിടെ എന്താണ്, ഒരു ലാസ്റ്റ് ഇയറിൽ അവർ കമ്പനിയുടെ പേര് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ 50% ഓഫ് റവന്യൂ അതിലൂടെ അതിൻ്റെ ആക്ടിവിറ്റീസിലൂടെ നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് മെറ്റ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൊഹിബിറ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്യാൻ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള, തടഞ്ഞിരിക്കുന്ന, അത് സാധിക്കാത്ത ആൾക്കാരായിരിക്കുകയാണ്. കമ്പനീസ് വേറെ പ്രൊമോട്ടേഴ്സ് or ഡയറക്ടേഴ്സ് ആർ ഡീബാർഡ് ഫ്രം ആക്സസിങ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഡീബാർ ചെയ്തിരിക്കുന്ന പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യാൻ സാധിക്കില്ല, IPO നടത്താൻ സാധിക്കില്ല. ജനറൽ കണ്ടീഷൻസ്, ദ കമ്പനി മസ്റ്റ് അപ്ലൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ദ ലിസ്റ്റിംഗ്. കമ്പനി അവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ടി, ലിസ്റ്റിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് എൻ്റർ ആൻ അഗ്രിമെൻറ്റ് വിത്ത് ഡെപ്പോസിറ്ററി ഫോർ ദ dematterialization of shares. It must ensure that at least 75% of issue proceeds are allocated qualified instrument buyers. അതുപോലെ if the issue is done through the book building process. അപ്പം ഇത്രയും കണ്ടീഷൻസ് മെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത് ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിക്വൻറ്റ് ഓഫറിംഗ് ആണ്. ഓൾറെഡി നമ്മൾ IPO കഴിഞ്ഞതിന് ശേഷം IPOയുടെ സെയിം കണ്ടീഷൻസ് തന്നെയാണ് FPOക്ക് ഉള്ളത്. മാത്രമല്ല നമ്മുടെ IPO കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അഡീഷണൽ ആയിട്ട് ഷെയർസ് പബ്ലിക്കിലേക്ക് നൽകുന്ന ഒരു പ്രോസസ്സാണ് ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് IPOയുടെ സെയിം കണ്ടീഷൻ തന്നെയാണ് FPOക്ക് ഉള്ളത്. Key difference between IPO and FPO. IPO is the first public offering of shares while an FPO is a subsequent offering. IPO എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫറിംഗ്, പബ്ലിക് ഓഫറിംഗ് ആണ്. എന്നാൽ FPO എന്ന് പറയുന്നത് സബ്സിക്വൻറ്റ് ഓഫറിംഗ് ആണ്. ആൻഡ് IPO ദ കമ്പനി റൈസ് ഫണ്ട് ഫ്രം ദ പബ്ലിക്, വെർ ഇൻ FPO ഇറ്റ് കുഡ് ബി ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ഓർ ഓഫറിംഗ് എക്സിസ്റ്റിംഗ് വൺസ് ഫോർ സെയിൽ ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ IPO കമ്പനി ഫണ്ട്സ് എവിടെ നിന്ന്, പബ്ലിക്കിൽ നിന്നാണ് റൈസ് ചെയ്യുന്നത്. FPO ഒരു എന്താണ്, ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഒന്നെങ്കിൽ അത് പുതിയ ഷെയർ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ആയിരിക്കാം അവർ സെയിൽ ചെയ്യുന്നത്. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ റൈറ്റ്സ് ഇഷ്യൂ ഈസ് ആൻ ഓഫർ മെയ്ഡ് ബൈ കമ്പനി ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് വേണ്ടി കമ്പനി ഓഫർ ചെയ്യുന്ന ഷെയർസാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതെന്താണ്, to buy additional share in a proportionate to their current shareholding. This allows shareholders to maintain their ownership percentage in the company when a company decides to increase capital by issuing additional shares. ഇവിടെ പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി അവരുടെ ഷെയർസ് നൽകുന്നതാണ് റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് കമ്പനി നടത്തുന്നത് അവരുടെ എന്താണ്, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയും, എന്നാൽ ഷെയർ ഹോൾഡേഴ്സ് അത് വാങ്ങുന്നതിലൂടെ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കമ്പനിയുടെ മുകളിലുള്ള ഓണർഷിപ്പ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇത് നൽകുന്നത് അവരുടെ കയ്യിൽ എത്രത്തോളം ആണോ, ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ എത്രത്തോളം ആണോ ഷെയർ ഉള്ളത് അതിൻ്റെ അനുപാതത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ റൈറ്റ്സ് ഇഷ്യൂ നടത്തുക. കണ്ടീഷൻസ് ഫോർ റൈറ്റ് ഇഷ്യൂ, എ ലെറ്റർ ഓഫ് ഓഫർ മസ്റ്റ് ബി സെൻറ്റ്. ഒരു ഓഫർ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്പെസിഫൈ ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ടൈം ലിമിറ്റ് ഫോർ ആക്സെപ്റ്റൻസും. ഈ ലെറ്ററിൽ എന്തൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്പർ ഓഫ് ഷെയർസും അതുപോലെ അതിൻ്റെ ആക്സെപ്റ്റൻസിൻ്റെ ടൈമും എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 50 to 30 days ആണ് പറയുന്നത്. ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ക്യാൻ റീ അനൗൺസ് ദ ഓഫർ ഷെയർ ടു ദ സമ്മൺ എൽസ്. ഈ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് വേണമെങ്കിൽ ഈ വന്നിരിക്കുന്ന എന്താണ് ഷെയർ പുതുതായിട്ട്
ഷെയറിൻ്റെ ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പുറത്തുള്ള ഒരാളോട് വേറൊരാൾക്ക് വേണമെങ്കിൽ ഇത് അറിയിക്കാവുന്നതാണ്, അനൗൺസ് ചെയ്യാവുന്നതാണ്. ഇഫ് ഷെയർസ് ആർ നോട്ട് അക്സെപ്റ്റഡ് ദ ബോർഡ് മേ ഡിസ്പോസ് ഓഫ് ദം ഇൻ എ വേ ദാറ്റ് ബെനിഫിറ്റ് ബോത്ത് കമ്പനി ആൻഡ് ദ ഷെയർ ഹോൾഡർ. ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോർഡിന് അത് എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം. പേയ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇഫ് ഷെയർ ആർ ആക്സെപ്റ്റഡ്. പേയ്മെൻറ്റ് അത്യാവശ്യമാണ്, എന്താണ് ഇത്, ഷെയർ ആക്സെപ്റ്റ് ചെയ്ത പേയ്മെൻറ്റ് ചെയ്യണം. ആൻഡ് റൈറ്റ്സ് ഷെയർസ് മേ ബി പാർഷ്യലി പെയ്ഡ്. ഇനി ഇത് എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഓഫർ ചെയ്ത ഷെയർ ആണെങ്കിൽ ഇതിനെ പറയും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. അടുത്ത ബോണസ് ഷെയർ. ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചാർജസ് ഒന്നും കൂടാതെ കമ്പനി അതിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് ഷെയർസ് നൽകുന്നതാണ്, സെക്യൂരിറ്റീസ് നൽകുന്നതാണ്. എന്താണ്, അവർക്ക് ഷെയർസ് നൽകുന്നതാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അത് അവരുടെ കയ്യിൽ അവരെത്രത്തോളം ഹെൽഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റിൽ ആയിരിക്കും ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയറാണ്, അതിനൊരു കോസ്റ്റും ഫ്രീ ഓഫ് കോസ്റ്റാണ്, ഒരു ചാർജും ഈടാക്കുന്നതല്ല. ഇതിനെ ഫണ്ട് ചെയ്തിരിക്കുന്നത് ഫണ്ടഡ് ഔട്ട് ഓഫ് ദ കമ്പനീസ് റിസർവ്സ് സച്ച് ആസ് ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റി പ്രീമിയം ഓർ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു പേയിങ് എ ക്യാഷ് ഡിവിഡൻഡ്. ഇവിടെ ബോണസ് ഷെയർ സാധാരണഗതിയിൽ ഇഷ്യൂ ചെയ്യുന്നത് നമ്മളെന്താണ് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവായിട്ടാണ് ഇത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. Conditions for issuing bonus shares: the issue must be authorized by the Article of Association. Article of Association authorized ചെയ്തിട്ടുണ്ടായിരിക്കണം. The issue must approved by board and shareholders in the general meeting. General meeting board members and shareholders approve ചെയ്തിട്ടുണ്ടായിരിക്കണം. The company must not have a default on payment like fixed deposit, debt, security and statutory dues. എന്താണ്, കമ്പനി ഒരിക്കലും പേയ്മെൻറ്റ്സിൽ എന്താ പറ്റില്ല, വീഴ്ച വരുത്തിയിട്ടുണ്ടാവാൻ പാടില്ല. എന്തിലൊക്കെ, ലൈക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഡെപ്റ്റ്, സെക്യൂരിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. എനി പാർഷ്യലി പെയ്ഡ് ഷെയർസ് മസ്റ്റ് ബി മെയ്ഡ് ഫുൾ പെയ്ഡ് അപ്പ് ബിഫോർ ദ ബോണസ് ഷെയർ ഇസ് ഇഷ്യൂഡ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാർഷ്യലി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസൊക്കെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് മാറ്റണം. ഇതിൻ്റെ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്, വായിച്ചതിന് ഒരുപാട് ടൈം എടുക്കും. അടുത്ത issue of shares at a discount. Shares issued at a price lower than the face value. Example, if the face value is 10, sold for ₹9. ഇവിടെ പറയുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞിട്ട് നമ്മളെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയും ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. എക്സാമ്പിൾ 10 രൂപയുള്ള ഷെയർ ആണെങ്കിൽ നമ്മൾ അത് വിൽക്കുന്നത് ₹9 അത് ഡിസ്കൗണ്ട് ആണ്. ഇറ്റ് കൺസിഡർ ടു ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇതിൻ്റെ റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആർ വോയിഡ്. ദ കമ്പനി വിൽ ഫേസ് പെനാൽറ്റീസ്. ആസ് പെർ സെക്ഷൻ 53, എക്സെപ്റ്റ് ഫോർ ദ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്, നോ കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർ അറ്റ് എ ഡിസ്കൗണ്ട്. എക്സെപ്റ്റ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഒഴികെ മറ്റൊരു കമ്പനികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കൗണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആർ വോയിഡ്. ഷെയർസ് ഡിസ്കൗണ്ടിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. ആൻഡ് ദ കമ്പനി വിൽ ഫേസ് പെനാൽറ്റീസ്. കമ്പനി എന്ത് ചെയ്യും, പെനാൽറ്റി ഫേസ് ചെയ്യേണ്ടത് വരും. ₹1 lakh to 5 lakh ആൻഡ് ഓഫീസർ ക്യാൻ ഫേസ് ഇംപ്രിസ്മെൻറ്റ് അപ് ടു 6 months ഓൺ ഫൈൻ അപ്പ് ₹5 lakh ഓർ ബോത്ത്. ഇവിടെ പറയുന്ന സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഒഴികെ ബാക്കിയൊന്നിനും തന്നെ ഡിസ്കൗണ്ട് നൽകാൻ സാധിക്കില്ല കമ്പനിക്ക് എന്നാണ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വാല്യൂ, ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വിൽക്കുകയെന്നുണ്ടെങ്കിൽ, ഷെയർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ പ്രീമിയം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ₹100 ഷെയർ സോൾഡ് ചെയ്തിരിക്കുന്നത് 120 അപ്പം വിത്ത് എ പ്രീമിയം ഓഫ് ₹20 കൂടുതലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടീഷൻ ഫോർ യൂട്ടിലൈസിങ് ഓഫ് പ്രീമിയം: ദ പ്രീമിയം റിസീവ്സ് മസ്റ്റ് കെപ്റ്റ് ഇൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. പ്രീമിയം എന്ത് ചെയ്യണം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രിബ്യൂട്ട് ആസ് എ ഡിവിഡൻസ്. അത് ഡിവിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് ഫുൾ പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഇഷ്യൂയിങ് ഫുൾ പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ യൂസ് ചെയ്യാം. റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓർ ഇഷ്യൂയിങ് കമ്മീഷൻ ഓർ ഷെയർ ഓർ ഡിബെഞ്ചർ ഇഷ്യൂസ്. അതുപോലെ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ടു ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ്. ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രീമിയം മണി യൂസ് ചെയ്യാം.
അടുത്ത അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മളെ ഷെയർ ഇഷ്യൂ ചെയ്യുകയും നമ്മൾക്ക് വരുന്ന അപ്ലിക്കേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പബ്ലിക്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഷെയർ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യും. അതിൽ നിന്ന് നമ്മൾക്ക് പബ്ലിക്കിൽ നിന്ന് വരുന്ന അപ്ലിക്കേഷനുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, അത് അസൈൻ ചെയ്യുക, ആ ഷെയർസിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദ അലോട്ട്മെൻറ്റ് സിഗ്നിഫൈസ് ദ ആക്സെപ്റ്റൻസ് ഓഫ് എൻ ഓഫർ ബൈ ദ കമ്പനി. കമ്പനി എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റൻസ് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. കീ ആസ്പെക്ട്സ് ഓഫ് അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റ് എന്തൊക്കെയാണ്? ഓഫർ അക്സെപ്റ്റൻസ്. ദ കമ്പനി ആക്സെപ്റ്റ്സ് അപ്ലിക്കേഷൻ ത്രൂ അലോട്ട്മെൻറ്റ് വിച്ച് ലീഗലി ബൈൻഡ്സ് ദ അപ്ലിക്കൻറ്റ് ടു പർച്ചേസ് ദ ഷെയർ. ഇവിടെ ഓഫർ അക്സെപ്റ്റൻസ് നടക്കുന്നുണ്ട്. ദ കമ്പനി ആക്സെപ്റ്റ് അപ്ലിക്കേഷൻ ത്രൂ അലോട്ട്മെൻറ്റ്. കമ്പനി അവർക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അലോട്ട്മെൻറ്റ് വഴിയാണ്. വിച്ച് ലീഗലി ബൈൻഡ്സ് ദ അപ്ലിക്കൻറ്റിനെ എന്ത് ചെയ്യുന്നു, ലീഗലി ബൈൻഡ് ചെയ്യാണ് ടു പർച്ചേസ് ദ ഷെയർ. ആ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ്, ലീഗലി അയാൾ അതിന് ബൈൻഡ് ചെയ്യാണ്. നോട്ടീസ് ഓഫ് അലോട്ട്മെൻറ്റ്. ദ അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി നോട്ടിഫൈഡ്. അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യണം, അറിയിച്ചിട്ടുണ്ടായിരിക്കണം, നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. യൂഷ്വലി വിയ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ്. ഒരു ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് നൽകിയിട്ട് എന്ത് ചെയ്യണം, അറിയിച്ചിട്ടുണ്ടായിരിക്കും. വൺസ് ദ നോട്ടീസ് സെൻഡ് ദ അലോട്ട്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ഫൈനൽ. നമ്മൾ ഓൾറെഡി ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ഫൈനലായെന്ന് അതിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഇഫ് ദ ലെറ്റർ ഈസ് ഡിലേഡ് ഇൻ ട്രാൻസിറ്റ്. ഇനി നമ്മൾ കമ്പനീസ് അയച്ചു, പക്ഷെ അത് ട്രാൻസിറ്റിൽ അത് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് നമ്മൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായി, നമ്മുടെ അലോട്ട്മെൻറ്റ് ഫൈനലായെന്ന് ഇതിനെ കൺസിഡർ ചെയ്യാം. അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ദ ബോർഡ് ഡയറക്ടേഴ്സ് ഓർ കമ്മിറ്റി മസ്റ്റ് അപ്രൂവ് ദ അലോട്ട്മെൻറ്റ്. ബോർഡ് ഡയറക്ടേഴ്സ് വല്ല കമ്മിറ്റിയോ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം അലോട്ട്മെൻറ്റ്. ഇറ്റ് ഷുഡ് ബി ഡൺ വിത്തിൻ റീസണബിൾ ടൈം. റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. ദ അപ്ലിക്കൻറ്റ് മസ്റ്റ് ബി ഇൻഫോംഡ് പ്രോംപ്റ്റ്ലി അബൌട്ട് ദ ഷെയർ അലോട്ടഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ടീസ് ലെറ്റർ അയച്ചിട്ടുണ്ടായിരിക്കണം, നമ്മുടെ ആ നോട്ടീസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞതുപോലെ അപ്ലിക്കൻറ്റ് ഈ അലോട്ട്മെൻറ്റ് അനുവദിച്ചിരിക്കുന്നത്, ഈ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് അപ്ലിക്കൻ്റ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓവർ സബ്സ്ക്രിപ്ഷൻ മേ ലീഡ് ടു പാർഷ്യൽ അലോട്ട്മെൻറ്റ് ആൻഡ് ബേസ് ഫോർ അലോട്ട് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്. Legal rules for allotment. For public companies, the following conditions apply. Prospects registration. The company must file prospects with the registrar. Allotment നടത്തുന്നതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ്, ലീഗൽ റൂൾസ് എന്തൊക്കെയാണെന്നാണ് അലോട്ട്മെൻറ്റിനുള്ള. പ്രോസ്പെക്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അപ്ലിക്കേഷൻ മണി, മിനിമം അപ്ലിക്കേഷൻ മണി 25% ഓഫ് ദ നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂവിൻ്റെ 25% മണി ആയിരിക്കണം അപ്ലിക്കേഷൻ മണി. മിനിമം അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് നോമിനൽ വാല്യൂവിൻ്റെ 25% ആയിരിക്കണം. മസ്റ്റ് ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അപ്ലിക്കേഷൻ്റെ സമയത്ത് അത് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ. ദ ഇഷ്യൂ മസ്റ്റ് ബി സബ്സ്ക്രൈബ് ടു ദ മിനിമം എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ ദ പ്രോസ്പെക്ട് ബിഫോർ ഷെയർ ക്യാൻ ബി അലോട്ടഡ്. ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. പ്രോസ്പെക്ട്സിൽ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ to deal on stock exchange. The company must obtain permission to list share on recognized stock exchange before allotment. Allotment മുമ്പ് തന്നെ കമ്പനിക്ക് അത് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ നേടിയെടുക്കണം. പ്രൊസീജിയർ ഫോർ അലോട്ട്മെൻറ്റ്. അപ്ലിക്കേഷൻ റിസീവ്ഡ്. വൺസ് the company receives the application along with the application money, share application listed prepared. ഇവിടെ അപ്ലിക്കേഷൻ മണിയോടൊപ്പം അപ്ലിക്കേഷൻ സ്വീകരിച്ച് കഴിഞ്ഞാൽ the company receives, കമ്പനി അപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലിക്കേഷൻ മണി സ്വീകരിച്ച് കഴിഞ്ഞാൽ ഷെയർ അപ്ലിക്കേഷൻ ലിസ്റ്റ് ഈസ് പ്രിപ്പയർഡ്. ഷെയറിൻ്റെ അപ്ലിക്കേഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്. ദ കമ്പനി മേ നീഡ് ഹാൻഡിൽ ഓവർ സബ്സ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യണം, കമ്പനി ഹാൻഡിൽ ചെയ്യണം. എന്തൊക്കെ? ഇഷ്യൂ മോർ അപ്ലിക്കൻസ് ദാൻ ഷെയർ അവൈലബിൾ. ഷെയർ അവൈലബിൾ ആയതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് ഇഷ്യൂ ചെയ്യാം. ആൻഡ് മേ അലോട്ട് ഷെയർ പ്രൊപ്പോർഷനേറ്റ്ലി. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കാം. റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്. വിത്തിൻ 30 days ഓഫ് അലോട്ട്മെൻറ്റ് ദ കമ്പനി മസ്റ്റ് ഫയൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ കമ്പനി മസ്റ്റ് ഫയൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനി. അടുത്ത ഷെയർ സർട്ടിഫിക്കറ്റ്. എ ഷെയർ സർട്ടിഫിക്കറ്റ് is a document issued by company under
common seals certifying the ownership of share by member. It serves as evidence of title of share. ഇവിടെ പറയുന്നത് കമ്പനി ഇതൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡോക്യുമെൻ്റ് ആണ്. കമ്പനി കമ്പനി നൽകുന്നൊരു ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. കോമൺ സീൽ വെച്ചിട്ട് ഇതിൽ ഈ സർട്ടിഫിക്കേഷനിൽ സർട്ടിഫൈ ചെയ്യാണ് ഷെയറിൻ്റെ ആ മെമ്പറിൻ്റെ ഷെയറിൻ്റെ മുകളിലുള്ള ഓണർഷിപ്പ് സർട്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഇതൊരു എവിഡൻസ് ആണ്, എവിഡൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ഷെയർസ്. ആ വ്യക്തിക്ക് ഈ കമ്പനിയുടെ ഷെയറിൻ്റെ മുകളിൽ ഷെയർ ഉണ്ട് എന്ന് പ്രസ്താവിക്കുന്ന രീതിയിലുള്ള കമ്പനിയുടെ കോമൺ സീൽ വെച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ഷെയർ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മാൻഡറ്ററി കണ്ടന്റ്. ഈ വാലിഡ് ഷെയർ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവണം? നെയിം ഓഫ് ദ കമ്പനി, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഷെയർ ഹോൾഡർ, നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്, എത്രത്തോളമാണ് ആ മെമ്പർ, അയാളുടെ കയ്യിൽ എത്രത്തോളം ഷെയർസ് ഉണ്ട്, ഡിസ്റ്റിൻക്റ്റ് നമ്പർ ഓഫ് ഷെയർസ്, എമൗണ്ട് പെയ്ഡ് ഈച്ച് ഷെയർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഷെയർ സർട്ടിഫിക്കറ്റ് നമ്പർ, കമ്പനി സ്റ്റാമ്പ്, സിഗ്നേച്ചർ ഓഫ് 2 ഡയറക്ടേഴ്സ് ആൻഡ് സെക്രട്ടറി. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതായിരിക്കും ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്, ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ടൈം ലിമിറ്റ്സ് ഫോർ ഇഷ്യൂവൻസ്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 2 months ഓഫ് ഇൻകോർപ്പറേഷൻ ഫോർ സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാണ്ടം. വിത്തിൻ 2 months ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 2 monthsനകത്ത് ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. വിത്തിൻ 2 months ഓഫ് അലോട്ട്മെൻറ്റ് ഫോർ ഷെയർസ്. 2 മാസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം. വിത്തിൻ 1 month ഓഫ് റിസീവിങ് ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിഷൻ ഫോർ ഡിബെഞ്ചേഴ്സ് വിത്തിൻ 6 months ഓഫ് അലോട്ട്മെൻറ്റ്. ഡിബെഞ്ചേഴ്സിനാണെങ്കിൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞൊരു 6 മാസത്തിനകത്ത് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. പെനാൽറ്റി ഫോർ നോൺ ഇഷ്യൂവൻസ്. നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും അപാകത പറ്റിക്കഴിഞ്ഞാൽ ഉള്ള ഫൈൻ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഫൈൻ റേഞ്ചിങ് ഫ്രം 25,000 to 5 lakh and for the officer in default fine ranging from 10,000 to 1 lakh. Effect of share certificate, evidence of title. A share certificate is the prime facie evidence of the shareholder's title on shares, meaning the company is generally bound to acknowledge the person listed as the shareholder except the case of fraud. ഇവിടെ പറയുന്നത് എവിഡൻസ് ഓഫ് ടൈറ്റിലാണ്. ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു എവിഡൻസ് ആണ്. എന്താണ്? കമ്പനിയുടെ ഷെയറിൻ്റെ മുകളിൽ ഈ വ്യക്തിക്ക് അധികാരമുണ്ട്, ഈ വ്യക്തിയുടേതാണ് ഈ ഇയാൾ ഷെയർ ഹോൾഡർ ആണെന്ന് ഉറപ്പുവരുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിഡൻസ് ഓഫ് ടൈറ്റിലാണ്. എസ്റ്റോപ്പൽ ആസ് ടു പേയ്മെൻറ്റ്. ഇഫ് ദ ഷെയർ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ full amount has been paid on the share, the company cannot later claim the share are not fully paid. ഈ സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ്. എ ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് മേ ഇഷ്യൂഡ് ഇഫ് ദ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈസ് ലോസ്റ്റ്. ഒറിജിനൽ ഷെയർ സർട്ടിഫിക്കറ്റ് കാണാതെ പോവുകയോ നശിച്ചു പോവുകയോ ദുർബലപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കീറിപ്പോയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. The certificate എന്ത് ചെയ്യണം? The duplicate certificate must clearly state that it's a duplicate issued to lieu of the original certificate. ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ബദലായിട്ടാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പെനാൽറ്റി ഫോർ ഫ്രോഡുലന്റ് ഇഷ്യൂവൻസ്. ഇഷ്യൂയിങ് എ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വിത്ത് ഇൻറ്റൻറ്റ് ഓഫ് defraud can lead to severe penalties including fines and imprisonment. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഒരു കള്ളത്തരത്തിന് വേണ്ടിയിട്ട്, ഫ്രോഡ് കാര്യത്തിന് വേണ്ടിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ പെനാൽറ്റീസ് വളരെ ഗുരുതരമായൊരു കള്ളത്തരമാണ് ഇവിടെ കാണിക്കുന്നത്. കൊണ്ട് തന്നെ അതിൻ്റെ പെനാൽറ്റീസും ഫൈൻസും ഇംപ്രിസൺമെൻറ്റും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കോൾസ് ഓൺ ഷെയർസ്. എ കോൾ ഈസ് എ ഡിമാൻഡ് മെയ്ഡ് ബൈ ദ കമ്പനി to a shareholder to pay remaining unpaid amount of shares. Call are made in installments and application money and allotment money are not considered calls. ഇവിടെ കോൾ എന്ന് പറയുന്നത് അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയർ ഹോൾഡർ നൽകാനുള്ള അൺപെയ്ഡ് ആയിട്ടുള്ള മണി കിട്ടുവാൻ വേണ്ടി വിളിക്കുന്ന കോളാണ് കോൾ ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഇതിൽ അലോട്ട്മെൻറ്റ് മണിയും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ മണിയും ഇതിൽ പെടില്ല. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് കോള്. ഒരു എന്താ പറയുക, ഇൻസ്റ്റാൾമെൻറ്റ് രൂപത്തിലായിരിക്കും. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ. അപ്പം ആ രീതിയിൽ വിളിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കലാണ്. അപ്പം അൺപെയ്ഡ് എമൗണ്ട്, ഷെയറിൻ്റെ മുകളിൽ അൺപെയ്ഡ് എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്ന കോളാണ് കോൾ ഓൺ ഷെയർസ്.
Essential for valid call, a call must be made to duly appointed directors. A valid notice must be served to the shareholders specifying the amount and time of payment. ഈ കോൾ ആര് ചെയ്തിട്ടുണ്ടായിരിക്കണം? അപ്പോയിൻറ്റഡ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. എ വാലിഡ് നോട്ടീസ് മസ്റ്റ് ബി സെർവ്ഡ് ടു ദ ഷെയർഹോൾഡറിന് ഒരു വാലിഡ് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. എമൗണ്ട് സ്പെസിഫൈ ചെയ്ത് എത്രത്തോളം പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെന്നുള്ളതിൻ്റെ ഒരു സ്പെസിഫൈങ് എമൗണ്ട് ആൻഡ് ടൈം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു വാലിഡ് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. പേയ്മെൻറ്റ് ഓഫ് കോൾസ്, ഷെയർഹോൾഡേഴ്സ് മേ പേ കോൾസ് ഐദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ആൻഡ് കോൾസ് ക്യാൻ ഓൾസോ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ് സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. ഇവിടെ ഷെയർ എങ്ങനെയൊക്കെ പേ ചെയ്യാം? ഐദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ്സ്, ക്യാഷോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും മറ്റു രീതിയിലോ അത് പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ആൻഡ് കോൾസ് ക്യാൻ ഓൾസോ ബി പെയ്ഡ് ഇൻ അഡ്വാൻസ്, വേണമെങ്കിൽ കോൾസ് നമുക്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാം. അത് ചില കണ്ടീഷൻ ഉണ്ടാവും, സബ്ജക്റ്റ് ടു കണ്ടീഷൻസ്. ചില കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. Interest on unpaid calls. The company may charge interest on unpaid calls typically at 10% per annum unless otherwise specified in the articles. ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ വിളിച്ചിട്ട് ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് കോൾസിന് എന്ത് ചെയ്യും? 10% വരെ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് അതിൻ്റെ മുകളിൽ ഈടാക്കുവാനുള്ള അവകാശം കമ്പനിക്കുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കും ടിപ്പിക്കലി 10% പെർ ആനാന്ന്. ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ആർട്ടിക്കിളിൽ വന്നിട്ടുണ്ടെങ്കിൽ, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര ഏതാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള എമൗണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പെർസെൻറ്റേജ് ആയിരിക്കും ഇൻട്രസ്റ്റ് പിടിക്കുക അൺപെയ്ഡ് കോൾസിന്. അടുത്ത ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the company's action to depriving a shareholder of their share due to non-payment of calls. This process typically faster than the filing suit for recovery. ഇവിടെ പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്നും ഷെയർ തിരിച്ച് വാങ്ങുന്നതാണ്. എങ്ങനെ? അയാൾ കോൾസ് വിളിച്ചിട്ടും പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ പേയ്മെൻറ്റ് കാരണം കമ്പനിക്ക് ഫോർഫീച്ചർ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്നും ആ ഷെയർ തിരിച്ചെടുക്കുന്നതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു കേസ് കൊടുക്കുന്നതിനാകാട്ടി, ഒരു സ്യൂട്ട് നമ്മൾ ചെയ്യുന്നതിനാകാട്ടി റിക്കവറിക്ക് വേണ്ടി ഫയലിംഗ് സ്യൂട്ടിനേക്കാൾ ഫാസ്റ്ററായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ഫോർ ഫോർഫീച്ചർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ മസ്റ്റ് ബി പ്രൊവൈഡ് ഫോർഫീച്ചർ. ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കണം. ദ കമ്പനി മസ്റ്റ് സെർവ് എ നോട്ടീസ് ടു ദ ഷെയർ ഹോൾഡർ ഫോർ നോട്ട് പേയ്മെൻറ്റ് ഓഫ് കോൾസ് ഗിവിംഗ് ദം അറ്റ്ലീസ്റ്റ് 14 days ടു പേ. ഇയാൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഷെയർ ഹോൾഡറിനെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ അയാൾക്കൊരു 14 days നൽകുകയും വേണം. പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 14 days നൽകുകയും അയാൾക്ക് ഷെയർ ഹോൾഡറിന് നോട്ടീസ് കമ്പനി അയച്ചിട്ടുണ്ടായിരിക്കണം. ദ ബോർഡ് മസ്റ്റ് പാസ് റെസൊല്യൂഷൻ ഫോർ ദ ഫോർഫീച്ചർ. ഈ ഫോർഫീച്ചർ നടത്തുന്നതിന് വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും ചെയ്യും വേണം. എഫക്റ്റ് ഓഫ് ഫോർഫീച്ചർ. ദ ഷെയർ ഹോൾഡർ ലോസസ് ദ മെമ്പർഷിപ്പ് ഇൻ ദ കമ്പനി. നമ്മൾ ഷെയർ ഓൾറെഡി അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഹോൾഡറിന് ഒരിക്കലും കമ്പനിയുടെ മുകളിലൊരു മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർഫീച്ചർ നടത്തിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറിന് അത് കമ്പനിയുടെ മുകളിലുള്ള മെമ്പർഷിപ്പ് നഷ്ടപ്പെടുന്നു. അതുപോലെ ലയബിൾ ഫോർ ദ അൺപെയ്ഡ് കോൾസ് എൻഡ് ബട്ട് എനി മണി ഓഡ് അറ്റ് ദ ടൈം ഓഫ് വിച്ച് ഇറ്റ് സ്റ്റിൽ റിക്കവറബിൾ. ദ ലയബിലിറ്റി ഫോർ അൺപെയ്ഡ് കോൾസ് എൻഡ്സ് എന്താണ്? അയാൾ എന്താണ് കൊടുക്കാനുള്ള പണം, അൺപെയ്ഡ് കൊടുക്കാനുള്ള പണത്തിൻ്റെ ബാധ്യതകൾ നിന്ന് അയാൾ ഒഴിയാണ്. ബട്ട് എനി മണി ഓഡ് അറ്റ് ദ ടൈം ഓഫ് ഫോർഫീച്ചർ സ്റ്റിൽ റിക്കവറബിൾ. ഇനി എന്തെങ്കിലും മണി കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ഫോർഫീച്ചറിൻ്റെ സമയത്ത് അത് റിക്കവറബിൾ ആണ്. ദ ഷെയർസ് ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി ആൻഡ് ക്യാൻ ബി റീഇഷ്യൂഡ് ഓർ ഡിപ്പോസിറ്റ് ഓഫ്. ഈ എന്താണ്? തിരിച്ച് വാങ്ങിയിട്ടുള്ള ഈ ഷെയർ കമ്പനിയുടെ പ്രോപ്പർട്ടിയായി മാറും. കമ്പനിക്ക് വേണമെങ്കിൽ അതിലൊന്നുകൂടെ റീഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. Invalid forfeiture. Forfeiture must be in a good faith and for the company's benefit. For example, forfeiture shares to relieve a friend from liability would be considered invalid. ഈ ഫോർഫീച്ചർ എന്ന് നടത്തുന്നത് കമ്പനി അതിൻ്റെ ബെനിഫിറ്റിനും നല്ല ഉദ്ദേശത്തും കൂടി ആയിരിക്കണം. പക്ഷേ എന്നാൽ ഫോർഫീച്ചർ നടത്തുന്നത് തൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്ന ഫോർഫീച്ചർ ആണെങ്കിൽ, അയാളെ ലയബിലിറ്റി രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന ഫോർഫീച്ചർ ആണെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അടുത്ത റീഇഷ്യൂവൻസ് ഓഫ് ഫോർഫീച്ചർ ഷെയർസ്. നമ്മൾ കണ്ടെടുത്ത നമ്മുടെ തിരിച്ചു വാങ്ങിയിട്ടുള്ള ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്തു. വൺസ് ഷെയർ ആർ ഫോർഫീച്ചർ ദേ ബിക്കം കമ്പനീസ് പ്രോപ്പർട്ടി ആൻഡ് ക്യാൻ ബി റീഇഷ്യൂഡ് ടു എ ന്യൂ ഷെയർ ഹോൾഡർ. This share can be reissued at a price even at a discount as long as the discount does not exceed the amount forfeiture.
ഇവിടെ പറയുന്നത് വൺസ് നമ്മൾ ആ ഫോർഫീച്ചർ നടത്തിയിട്ട് നമ്മൾ ഷെയർ നമുക്ക് തിരിച്ച് കിട്ടി, നമ്മൾ കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറി, അത് വേണമെങ്കിൽ വീണ്ടും റീഇഷ്യൂ ചെയ്യാം പുതിയ ഷെയർ ഹോൾഡറിന്. ദ ഷെയർ ക്യാൻ ബി റീഇഷ്യൂഡ് അറ്റ് പ്രൈസ് ഈവൺ അറ്റ് ഡിസ്കൗണ്ട് പ്രൈസിലും അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീഇഷ്യൂ ചെയ്യാം, ആസ് ലോങ് ആസ് ദ ഡിസ്കൗണ്ട് ഡസ് നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് ഫോർഫീച്ചറുടെ എമൗണ്ടിനെക്കാട്ടി കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ പ്രൈസിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്, റീഇഷ്യൂ ചെയ്യാവുന്നതാണ്. Effect of reissue, the new shareholder become liable for the future calls. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ കോൾസിന് പുതിയ ഷെയർ ഹോൾഡർ അതിന് ലയബിൾ ആയിരിക്കും. ദ കമ്പനി മസ്റ്റ് അപ്ഡേറ്റ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഇഷ്യൂ ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ്. കമ്പനി എന്ത് ചെയ്യണം, ഈ പുതിയ വന്നിരിക്കുന്ന ഷെയർ ഹോൾഡറിനെ രജിസ്റ്റർ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ മെമ്പറിന് എന്ത് ചെയ്യണം, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും വേണം. നോ അലോട്ട്മെൻറ്റ് റിക്വയർഡ്. റീ ഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസ് ഈസ് എ സെയിൽ നോട്ട് എൻ അലോട്ട്മെൻറ്റ്. ഇതൊരു സെയിലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഫോർഫീച്ചർ ചെയ്തിട്ടുള്ള ഷെയർ പുതിയ ഷെയർ ഹോൾഡറിലേക്ക് റീഇഷ്യൂ ചെയ്യുന്നത് ഒരു സെയിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ അലോട്ട്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സോ നോ നീഡ് ടു ഫയൽ എ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ. At the surrender of shares. Surrender of shares is a voluntary act by the shareholder or return share to the company for cancellation. Surrender of shares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ അവർ സ്വയം സമ്മതത്തോടു കൂടി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നു, അവരെ ഷെയർ തിരിച്ചു നൽകുകയാണ് കമ്പനിക്ക്. അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയിലുള്ള അവരുടെ മെമ്പർ ക്യാൻസലേഷൻ ചെയ്തുകൊണ്ട് അവർ ഷെയർ സ്വയം ഇഷ്ടപ്രകാരം കമ്പനിക്ക് തിരിച്ചു നൽകുന്ന ഒരു വോളണ്ടറി ആക്ഷനാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിലൂടെ അവരുടെ കമ്പനിയുള്ള ഷെയർ ക്യാൻസൽ ചെയ്ത് പോവുകയാണ്. ലീഗൽ പ്രൊവിഷൻസ്. നൈദർ ദ കമ്പനി ആക്ട് നോർ ടേബിൾ എഫ് ഡയറക്ട്ലി മെൻഷൻ ദ സറണ്ടർ ഓഫ് ഷെയർസ് ബട്ട് ദ കമ്പനി ആർട്ടിക്കിൾ മേ അലോ ഇറ്റ് എസ്പെഷ്യലി ഫോർ ദ പാർഷ്യലി പെയ്ഡ് ഷെയർസ് വെൻ ദ ഫോർഫീച്ചർ ഈസ് കൺസിഡർഡ്. ഇവിടെ കമ്പനി ആക്ടിലോ അതുപോലെ ടേബിൾ എഫിലോ ഡയറക്ട്ലി മെൻഷൻ ചെയ്യുന്നില്ല സറണ്ടർ ഓഫ് ഷെയർസ്. എന്നാൽ പക്ഷേ കമ്പനിക്ക് ബട്ട് ദ കമ്പനീസ് ആർട്ടിക്കിൾ മേ അലോ, കമ്പനി ആർട്ടിക്കിളിന് വേണമെങ്കിൽ അത് അനുവദിക്കാം. സ്പെഷ്യലി ഫോർ ദ പാർഷ്യലി പെയ്ഡ് അപ്പ് ഷെയർ, എസ്പെഷ്യലി ആർക്ക് വേണ്ടിയാണ്, പാർഷ്യലി പെയ്ഡ് അപ്പ് ഷെയറിനും. അതുപോലെ വെൻ ഫോർഫീച്ചർ ഈസ് കൺസിഡേർഡ്, ഫോർഫീച്ചർ അവിടെ കൺസിഡർ ചെയ്യുകയും അല്ലെങ്കിൽ പാർഷ്യലി പെയ്ഡ് അപ്പ് ഷെയർസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സറണ്ടർ അലോ ചെയ്യാവുന്നതാണ്. വെൻ ഷെയർ ആർ സറണ്ടേർഡ് നോ മണി ഈസ് റിഫണ്ടഡ് ടു ദ ഷെയർ ഹോൾഡർ ടു അവോയ്ഡ് ബീങ് കൺസിഡേർഡ് പ്രൊഹിബിറ്റഡ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ഇവിടെ എന്താണ് സറണ്ടേർഡ്, വെൻ ഷെയർ ആർ സറണ്ടേർഡ്, നമ്മൾ ഷെയർ തിരിച്ചു നൽകി കഴിഞ്ഞാൽ ഒരു മണിയും എന്താണ് ഷെയർ ഹോൾഡറിന് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോ മണി ഈസ് റീഫണ്ടഡ് ടു ദ ഷെയർ ഹോൾഡർ ടു അവോയ്ഡ് ബീങ് കൺസിഡേർഡ് പ്രൊഹിബിറ്റഡ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. കണ്ടീഷൻ ഫോർ വാലിഡ് സറണ്ടർ. വാലിഡ് സറണ്ടറിൻ്റെ ആ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സറണ്ടർ മേ ഒക്യൂർ ഇൻ എക്സ്ചേഞ്ച് ഓഫ് ന്യൂ ഷെയർ ഓഫ് ദ സെയിം നോമിനൽ വാല്യൂ. ഇവിടെ എക്സ്ചേഞ്ച് നടത്താണ്, സെയിം നോമിനൽ വാല്യൂ ഉള്ള ന്യൂ ഷെയർസ് എക്സ്ചേഞ്ച് നടത്തുമ്പോഴാണ് യൂഷ്വലി സറണ്ടർ ഓഫ് ഷെയർസ് ഉണ്ടാവുക. എപ്പോഴൊക്കെയാണ്? സെയിം നോമിനൽ വാല്യൂ ഉള്ള പുതിയ ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് സറണ്ടർ ഓഫ് ഷെയർസ് ഉണ്ടാവുക. സറണ്ടർ ക്യാൻ ഓൾസോ ഒക്യൂർ ഇഫ് എ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഇസ് ജസ്റ്റിഫൈഡ്. സറണ്ടർ ഓഫ് ഷെയർസ് പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് ഷെയർ നടന്നു കഴിഞ്ഞാലാണ്. ദ കമ്പനി ഓപ്റ്റ് ദ സറണ്ടർ ആസ് ക്വിക്കർ മെത്തഡ് ദാൻ ഫോർഫീച്ചർ. അപ്പം ഫോർഫീച്ചർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് ഷെയർ വരികയാണെന്നുണ്ടെങ്കിൽ കോള് വിളിച്ചിട്ടും പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്താണ് ഓപ്റ്റ് ചെയ്യുക? സറണ്ടറാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കമ്പനി ഓപ്റ്റ് ചെയ്യുക. ഫോർഫീച്ചറിനങ്ങോട്ട് കുറച്ചുകൂടെ ക്വിക്കർ മെത്തേഡാണ്, പെട്ടെന്നുള്ളൊരു മെത്തേഡാണ്, കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സറണ്ടർ. അതുകൊണ്ട് തന്നെ കമ്പനി ഓപ്റ്റ് ചെയ്യുക സറണ്ടർ ആയിരിക്കും. എ ഷെയർ ഹോൾഡർ ഹു സറണ്ടേഴ്സ് their shares is to be a member but may still liable as past member if the company is wound up within 12 months. ഇവിടെ ഷെയർ ഹോൾഡർ ഷെയർ സറണ്ടർ ചെയ്തതിന് അയാൾ കമ്പനിയുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും ഒഴിയാണ്. പക്ഷെ എന്നതിനാൽ കൂടെ ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് 12 months മുമ്പാണ് ഇയാൾ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ എന്നാലും സ്റ്റിൽ ലയബിൾ ആണ്. കമ്പനിയുടെ മുകളിൽ അയാൾ വീണ്ടും ലയബിൾ തന്നെയാണ്.
12 മന്ത് കൊണ്ട് ഈ കമ്പനി വൈൻഡ് അപ്പ് 12 മന്തിൻ്റെ ഉള്ളിൽ ഇവിടെ പറയുന്നത് മെമ്പർ ദാറ്റ് മേ ബി സ്റ്റിൽ ലയബിൾ ആസ് പാസ്റ്റ് മെമ്പർ ഇഫ് ദ കമ്പനി ഈസ് വൗണ്ട് അപ്പ് വിത്തിൻ 12 മന്തിനുള്ളിൽ ഈ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അത് വൈൻഡ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെമ്പർ ഷെയർ സറണ്ടർ ചെയ്ത മെമ്പർ സ്റ്റിൽ ലയബിൾ ആണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫോർഫീച്ചർ ആൻഡ് സറണ്ടർ. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആക്ഷനാണ്, എന്നാൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആക്ഷനാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ സ്വമേധയാ ഇഷ്ടപ്രകാരം മെമ്പർ തിരിച്ചു നൽകുന്നതാണ്. ബോത്ത് റിസൾട്ട് ഇൻ ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. രണ്ടും റിസൾട്ട് ചെയ്യുന്ന എന്താണ്? ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാണ്. അടുത്ത് ബൈബാക്ക് ഓഫ് ഷെയർസ്. The Company Act, company limited by shares cannot buy back its own shares. This prohibition applies to both public and private companies. എന്താണ് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് കാനോട്ട് ബൈ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ബൈ ബാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിന് സ്വന്തം ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ബൈ ബാക്ക് ചെയ്യാൻ സാധിക്കില്ല. എക്സെപ്ഷൻസ്: എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബൈ ബാക്ക് ഷെയർസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. എക്സാമ്പിൾ: നോ എക്സ്റ്റേണൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോ ബോറോയിങ്സ്, നോ ഡിഫോൾട്ട് ഇൻ റീപേയ്മെൻറ്റ് ലോൺസ്. പ്രൈവറ്റ് കമ്പനിക്ക് ബൈബാക്ക് ഷെയർസ് ചെയ്യാൻ പറ്റുന്ന ചില എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? നോ എക്സ്റ്റേണൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ലോ ബോറോയിങ്സ്, കടങ്ങൾ കുറച്ചായിരിക്കും, നോ ഡിഫോൾട്ട് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്, ലോൺ തിരിച്ചടക്കുന്നതിൽ എന്തില്ല വീഴ്ചകളൊന്നും വരുത്തിയിട്ടില്ല. ബൈബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അതിൻ്റെ ഷെയർസ്, അവരെ സ്വന്തം ഷെയർസ് തിരിച്ച് പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതിവിടെ കൊടുത്തിട്ടില്ല. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ പ്രോസസ് വേർ എ കമ്പനി റീപർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഫോർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി അതിൻ്റെ സ്വന്തം ഷെയർസ് തിരിച്ച് പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൈബാക്കിംഗ് ഷെയർസ്. ഇത് ലിമിറ്റഡ് ബൈ ഷെയർസിന് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല. അതിന് എക്സെപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കമ്പനി പ്രൈവറ്റ് കമ്പനി ക്യാൻ ബൈ ബാക്ക് ഷെയർസ് അണ്ടർ സർട്ടൻ കണ്ടീഷൻ. എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓതറൈസേഷൻ: ബൈബാക്ക് മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾ ഓഫ് ദ കമ്പനി. ആർട്ടിക്കിൾ ഓഫ് കമ്പനിയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടാകണം ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി. ലിമിറ്റേഷൻ: ബൈബാക്ക് ഷുഡ് നോട്ട് ബി എക്സീഡ് 25% ഓഫ് അഗ്രിഗേറ്റ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. ബൈബാക്ക് 25% കൂടാൻ 25% മുകളിൽ വരാൻ പാടില്ല പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാൾ. അതുപോലെ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഇൻ ആൻ ഫിനാൻഷ്യൽ ഇയർ കാനോട്ട് എക്സീഡ് 25%. എ കമ്പനി ക്യാൻ ഓൺലി അണ്ടർടേക്ക് 1 ബൈബാക്ക് പെർ ഇയർ. ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഒരു വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. Buyback must be completed within 1 year from the date of the resolution. Debt to equity ratio should not exceed 2:1 unless allowed by the government. അപ്പോൾ ഇത്രയൊക്കെയാണ് മെത്തേഡ് ഓഫ് ബൈബാക്ക്. ഫ്രം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഓൺ എ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ഓൺ എ പ്രൊപ്പോർഷനേറ്റ് ബേസിസ് അനുസരിച്ചിട്ടായിരിക്കും ബൈബാക്ക് ചെയ്യാം. ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ് ബൈ പർച്ചേസിങ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. എക്സാമ്പിൾ സ്റ്റോക്ക് ഓപ്ഷൻ. ബൈബാക്ക് പ്രോസസ്സ് എന്തൊക്കെയാണ്? ദ കമ്പനി മസ്റ്റ് ഡിക്ലെയർ സോൾവൻസി ആൻഡ് എൻഷോ ഇറ്റ് വിൽ നോട്ട് പിക്കം ഇൻസോൾവൻറ്റ് വിത്തിൻ എ ഇയർ ഓഫ് ദ ബൈബാക്ക്. ദ കമ്പനി എന്ത് ചെയ്യണം? സോൾവൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഉറപ്പ് വരുത്തിയാണ് ഇറ്റ് വിൽ നോട്ട് ബിക്കം ഇൻസോൾവെന്റ് വിത്തിൻ എ ഇയർ ഓഫ് ദ ബൈബാക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ, ബൈബാക്ക് ചെയ്തതിന് 1 ഇയറിനുള്ളിൽ തന്നെ ഇൻസോൾവൻസി ഇൻസോൾവെൻ്റ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. ബൈബാക്ക് ചെയ്തതിൻ്റെ വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ ഇൻസോൾവെൻ്റ് ആകില്ല എന്നും ഉറപ്പ് വരുത്തണം. തെറ്റിപ്പോയി. ദ കമ്പനി മസ്റ്റ് ഡിക്ലെയർ സോൾവൻസി. കമ്പനി അവരുടെ സോൾവൻസി ഡിക്ലെയർ ചെയ്യണം. ഇൻസോൾവൻസി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രാപ്തരാണ് എന്നുള്ളതിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞ് 1 ഇയറിൻ്റെ ഉള്ളിൽ അവർ ഇൻസോൾവെൻ്റ് ആവില്ല എന്നുള്ളതും ഉറപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എനി ഷെയർ ബോട്ട് ബാക്ക് മസ്റ്റ് ബി ഫിസിക്കലി ഡിസ്ട്രോയിഡ് വിത്തിൻ 7 days ഓഫ് കംപ്ലീഷൻ.
After buyback, no further issue of same securities can occur for 6 months except under specific condition. Bonus share, stock options. നമ്മൾ ആഫ്റ്റർ ബൈബാക്ക് ചെയ്തതിന് ശേഷം നോ ഫർദർ ഇഷ്യൂ ഓഫ് ദ സെയിം സെക്യൂരിറ്റീസ്, അതിൻ്റെ സെയിം സെക്യൂരിറ്റി ഫർദർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. can occur for 6 months except under specific conditions. Can occur ഇപ്പം ഇത് നടത്താം 6 monthൽ occur for 6 months except under specific condition. ബോണസ് ഷെയർസും സ്റ്റോക്ക് ഓപ്ഷനും അല്ലാത്ത കണ്ടീഷനിൽ ഇത് 6 മന്തിൻ്റെ ഉള്ളിൽ 6 മന്തിൽ ചെയ്യാവുന്നതാണ്. സോറി ആഫ്റ്റർ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആഫ്റ്റർ ബൈബാക്ക് നോ ഫർദർ ഇഷ്യൂ ഓഫ് ദ സെയിം സെക്യൂരിറ്റി ക്യാൻ ഓക്കെ ഫോർ 6 മന്തും. നമ്മൾ ബൈബാക്ക് ചെയ്തിരിക്കുന്ന ഇഷ്യൂ വീണ്ടും നമ്മൾ ഫർദർ ഇഷ്യൂവൻസ് 6 മന്തിൻ്റെ ഉള്ളിൽ ഈ സെയിം സെക്യൂരിറ്റിയുടെ ഇഷ്യൂവൻസ് 6 മന്തിൻ്റെ ഉള്ളിൽ നടത്തിക്കൂടാ എന്നാണ് ഇവിടെ പറഞ്ഞത്. അല്ല, എക്സെപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ബോണസ് ഷെയർസും സ്റ്റോക്ക് ഓപ്ഷനും അല്ലാത്ത ബാക്കി ഒരു കാര്യത്തിലും 6 മന്തിൻ്റെ ഉള്ളിൽ അതിന് വീണ്ടും റീ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല, ഫർദർ ഇഷ്യൂവൻസ് നടത്താൻ പറ്റില്ല. പെനാൽറ്റി ഫോർ നോൺ കംപ്ലയിൻസ്, കമ്പനി പെനാൽറ്റി വരുന്നത് 1 lakh to 3 lakh, ഓഫീസ് പെനാൽറ്റി വരുന്നത് 1 lakh to 3 lakh, 3 imprisonment of 3 years. Prohibition on buyback in certain circumstances. A company is prohibited from buying back its own shares through subsidiary or invested companies. ഈ കമ്പനിക്ക് അവരുടെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു ഫ്രം ബൈയിങ് ബാക്ക് ഇറ്റ്സ് ഓൺ ഷെയർസ് ത്രൂ സബ്സിഡറി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. അതുപോലെ ബൈബാക്ക് ഇസ് നോട്ട് അലൗഡ് ഇഫ് ദ കമ്പനി ഈസ് ഡിഫോൾട്ട് ഓൺ റീപേയിങ് ഡെപ്പോസിറ്റ് ഡിബെഞ്ചർ ഓൺ ലോൺസ്. കമ്പനി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ റീപേയിങ് ഡെപ്പോസിറ്റ്സ് അതുപോലെ ഡിബെഞ്ചേഴ്സ് ഓർ ലോൺസ് ഇതിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്ന വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബൈബാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഹവർ ബൈബാക്ക് ഈസ് അലൗഡ് ആഫ്റ്റർ 3 years ഫ്രം ദ സീസഷൻ ഓഫ് സച്ച് ഡിഫോൾട്ട്. Financial assistance for the purchase shares. A public company and its private subsidiary cannot provide loans for financial assistance for the purchase of their own shares. ഇവിടെ പറയുന്നത് ഒരു പബ്ലിക് കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രൈവറ്റ് സബ്സിഡറി കാനോട്ട് പ്രൊവൈഡ് ലോൺസ്. ഒരു പബ്ലിക് കമ്പനി ആൻഡ് അതുപോലെ അതിൻ്റെ പ്രൈവറ്റ് സബ്സിഡറിക്കോ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവർ സ്വന്തം ഷെയർ വാങ്ങുന്നതിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് എക്സെപ്ഷൻസ് ലെൻഡിങ് മണി ബൈ ബാങ്കിങ് കമ്പനീസ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. എക്സെപ്ഷൻസിൽ പെടാത്ത കാര്യങ്ങൾ മണിയിൽ നിന്ന് ബാങ്കിങ് കമ്പനിയിൽ നിന്ന് കടം എടുക്കുന്നത്, അതുപോലെ എ കമ്പനി മേ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് അണ്ടർ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫോർ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ ഓർ ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ ദ എംപ്ലോയീസ്. കമ്പനിക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യാം. ആർക്കൊക്കെ? സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ പർച്ചേസ് ഓഫ് ഷെയർസ് ബൈ എംപ്ലോയീസിനും. കമ്പനീസ് മേ ഓഫർ ലോൺ ടു എംപ്ലോയീസ് എക്സ്ക്ലൂഡിംഗ് ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജർ പേഴ്സണൽ. ഇവരൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ഡയറക്ടേഴ്സിനും കീ മാനേജർ പേഴ്സണലെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിന് ലോൺ ഓഫർ ചെയ്യാം ഫോർ പർച്ചേസിങ് ഷെയർ ആൻഡ് സബ്ജക്ട് ലിമിറ്റ്സ്. അവരുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ലോൺ നൽകാവുന്നതാണ്. അപ്പം ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഓഫ് പർച്ചേസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിക്കോ അതിൻ്റെ സബ്സിഡറി പ്രൈവറ്റ് സബ്സിഡറിക്കോ കമ്പനിയും അതിൻ്റെ പ്രൈവറ്റ് സബ്സിഡറിക്കോ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ലോണോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ അവരുടെ സ്വന്തം ഷെയർ ഈ കമ്പനിയുടെ തന്നെ സ്വന്തം ഷെയർ മറ്റൊരാൾക്ക് വാങ്ങുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ലോണോ നൽകാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. എക്സെപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞത് താഴെ കൊടുത്തിട്ടുള്ളത്. പെനാൽറ്റീസ് കമ്പനി കോൺട്രവെയിനിങ് provision section 65 may face fine 1 lakh to 25 lakh. Officer default may face imprisonment and 1 lakh to 25 lakh. അടുത്ത ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തഡാണ് ഡിറ്റർമൈൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ് ബൈ കളക്ടിംഗ് ബിഡ്സ് ഫ്രം ദ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ ഇത് ബുക്ക് ബിൽഡിംഗ് ഈസ് എ മെത്തഡ് ഓഫ് ഡിറ്റർമൈൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ്. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റിയുടെ ക്വാണ്ടിറ്റിയും അതുപോലെ ഇതിൻ്റെ പ്രൈസും ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ
ഈ ഒരു ഇഷ്യൂ ചെയ്യുന്നതിലൂടെ നമ്മൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് നമ്മളത് കൊടുക്കുന്നതിന് മുമ്പ്, ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡ് തന്നെയാണ് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഇൻ അസസിങ് ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസും ഡിമാൻഡും അസസ് ചെയ്യാൻ സാധിക്കുന്നു. എൻഷുർ ദ എഫിഷ്യൻറ്റ് പ്രൈസിങ് ഇൻ ദ മാർക്കറ്റ്, പ്രൊവൈഡ്സ് ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ആൻഡ് റെഡ്യൂസ് അൺസർട്ടനിറ്റി ഇൻ ദ സക്സസ് ഓഫ് ദ ഇഷ്യൂ. അതുപോലെ ഇതിൻ്റെ റെഗുലേഷൻ നിയന്ത്രണങ്ങൾ, according to SEBI's 2018 regulations, the issuer can offer up to 100% of the issue through the book building. The price band must be clearly stated with 20% of maximum difference between floor and ceiling prices. The company must comply with the SEBI regulation under the schedule. കമ്പനി തീർച്ചയായിട്ടും SEBIൻ്റെ നിയന്ത്രണങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം ഇത് നടത്തേണ്ടത്, ഇഷ്യൂവൻസ് നടത്തേണ്ടത്. ദ പ്രോസസ് എൻഷുർ ദാറ്റ് ദ സെക്യൂരിറ്റീസ് ഓഫേർഡ് ആർ പ്രോപ്പർലി പ്രൈസ്ഡ് ബേസ്ഡ് ഓൺ ഡിമാൻഡ്, ക്രിയേറ്റിംഗ് ബെറ്റർ മാർക്കറ്റ് കോൺഫിഡൻസ്. ഈ ഒരു പ്രോസസ്സ് ഉറപ്പുവരുത്തേണ്ടതാണ് സെക്യൂരിറ്റീസ് പ്രോപ്പർലി ഓഫർ ചെയ്യുകയാണ്, അതിൻ്റെ പ്രൈസും ഡിമാൻഡും എന്ത് ചെയ്യണം, പ്രോപ്പർലി അവർ കറക്റ്റായിട്ടത് ചെയ്തിട്ടുണ്ട് എന്ന് ഈ പ്രോസസ്സിലൂടെ ഉറപ്പ് വരുത്തുകയാണ്. ഇതാണ് ബുക്ക് ബിൽഡിങ്ങിലൂടെ സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഡിമാൻഡും പ്രൈസും പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രൈസും ഡിമാൻഡും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അതനുസരിച്ചുള്ള പ്രൈസിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും ഇത് ഉറപ്പ് വരുന്നത് ഫോർ ബെറ്റർ മാർക്കറ്റ്, ക്രിയേറ്റിംഗ് ബെറ്റർ മാർക്കറ്റ് കോൺഫിഡൻസും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത്. ബൈബാക്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. ബൈബാക്ക് ഓഫ് ഷെയർസ് ഇത്രയേ ഉള്ളൂ. കമ്പനി അതിൻ്റെ ഷെയർസ് പിന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്നും തിരിച്ച് വാങ്ങുന്ന പ്രോസസ്സാണ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.